ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ ഗോപിനാഥൻ നായർ മറ്റപ്പള്ളി, വൈസ് പ്രസിഡന്റ് ആശ മനോജ് കാരിക്കാട്ട്, സെക്രട്ടറി അജേഷ് കുമാർ KP, കൺവീനർ ജിനോ OP, ജോയിന്റ് കൺവീനർ അനിൽകുമാർ KP, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾക്കും തിരുവുത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും പൈപ്പാട് ഗ്രാമസൗഹൃദ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ലിൻഡൻ ജോസഫ്, സെക്രട്ടറി ബാബു KS, വൈസ് പ്രസിഡന്റ് ഹരിപ്രസാദ് VS, ചീഫ് കോഓർഡിനേറ്റർ ബിനോയ് തോമസ്, കോഓർഡിനേറ്റർ പ്രദീപ് നന്ദകുമാർ, ട്രഷറർ PT രാജേഷ് എന്നിവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും, കൂടാതെ ശബ്ദ ക്രമീകരണത്തിൽ ഞങ്ങളോട് സഹകരിക്കാനെത്തിയിരിക്കുന്ന റിതം സൗണ്ട്സിനും അതുപോലെ തന്നെ ഈ നാടകം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയ ബഹുമാന്യ സദസ്സിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുന്നു. അണിയറയിൽ ശബ്ദവും വെളിച്ചവും റിതം സൗണ്ട്സ് ഏഴാച്ചേരി, പ്രകാശ നിയന്ത്രണം ബാബു പാല, ശബ്ദ നിയന്ത്രണം ബിനോയ് കരൂർ, പശ്ചാത്തല സംഗീതവും റെക്കോർഡിംഗും മാത്യൂസ് കാക്കനാട്, രംഗസജ്ജീകരണം അജിമോൻ ശ്രീവത്സം, ജയകൃഷ്ണൻ തോട്ടത്തിൽ, ആലാപനം ബാബു പൈക, നന്ദു കിഷോർ, മാത്യൂസ് കാക്കനാട്, മഞ്ജിമ മനോജ്, രംഗപടം സിജോമോൻ മാത്യു, ജയൻ M പടിപ്പുരയ്ക്കൽ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ M4 സോങ്സ് മീഡിയ പാല, പരസ്യകല അർജുൻ ബിനോയ്, കോഓർഡിനേറ്റർ പ്രദീപ് നന്ദകുമാർ, അവതരണം പൈപ്പാർ ഗ്രാമസൗഹൃദ സമിതി. അരങ്ങിൽ മനോജ് പാല, PT രാജേഷ് കാനത്തിൽ, ബിനേഷ് JP, KB അനിൽകുമാർ, വിമൽ പാല, മഞ്ജിമ മനോജ്, അമിത ബിനേഷ്, പ്രദീപ് നന്ദകുമാർ, ജയകൃഷ്ണൻ തോട്ടത്തിൽ, അജി ശ്രീവത്സം, മാസ്റ്റർ ദേവാനന്ദ്. നാടകരചനയും കവിതയും സംഗീതവും മഞ്ജിമ മനോജ്, സംവിധാനം മനോജ് പാല. പ്രിയ സഹൃദയ സദസ്, പൈപ്പാർ ഗ്രാമസൗഹൃദ സമിതിയുടെ മൂന്നാമത് നാടകം കോമാളി. ഒന്ന് ചിരിച്ചോട്ടെ, ഒന്ന് ചിരിച്ചോട്ടെ, ഒന്ന് ചിരിച്ചോട്ടെ. സംസാരിക്കുന്നത് മോളെ, അച്ഛൻ ഇങ്ങ് എത്തിയില്ലേ? ഓ, അതാണോ കാര്യം? അച്ഛൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഇങ്ങ് വന്നോളൂ. ആ, പറഞ്ഞു തീർന്നില്ല, അച്ഛൻ വന്നല്ലോ. സമാധാനമായോ സാവിത്രി കുട്ടിക്ക്? എന്താ മക്കളെ, എന്താ കാര്യം? അല്ല അച്ഛാ, അച്ഛനെ കാണാഞ്ഞിട്ട് അമ്മ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അനിയൻകുട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. മോളൂട്ട് എന്നത്തെ പോലെ പോണില്ല. സാവിത്രി, നീ എന്തെങ്കിലും ഇച്ചിരി കുടിക്കാനും ചേർത്ത് ഇപ്പൊ കൊണ്ടുവരാം. എന്തായിരുന്നു അച്ഛാ വേഷം? കവർന്ന് പിടിച്ചേ. എന്താ കുഞ്ഞ ജീവിതം? അല്ലെങ്കിൽ തന്നെ നാണം കെട്ടിട്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. കഷ്ടം. അനിയൻകുട്ടൻ നിന്നെ, നിനക്ക് നാണക്കേടുണ്ടാക്കിയത് ഞാനാണോ അതോ എന്റെ തൊഴിലാണോ? ആ തൊഴിൽ കൊണ്ടാണ് ഇന്നീ കാണുന്നതും ഈ രൂപവും ഉണ്ടായത്. എന്റെ മനസ്സിന് തൃപ്തി തരുന്നതും കുടുംബത്തെ പട്ടിണിയില്ലാതാക്കുന്നതുമായ എന്ത് തൊഴിലും ഞാൻ ചെയ്യും. മക്ക് മനസ്സിലായോ? അച്ഛാ, എന്താ മോളെ, അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? ഇത് നമ്മുടെ വീട്, നമ്മുടെ സന്തോഷം. വെള്ളം കുടിക്കും.
അത്താഴം പ്രമിക്കോ, ഞാനൊന്ന് മേലെ എഴുതി പോരാ. എടി അളിയൻ വിളിച്ചായിരുന്നു. എന്താടാ? നിനക്ക് കുറച്ചു നേരമെങ്കിലും ചെവി ഇതൊന്ന് ഊരി വെച്ചുകൂടെ? അതിന് എനിക്ക് ഇവിടെ എന്തെങ്കിലും പണി വേണ്ടേ? നിനക്കിവിടെ ഒരു പണിയില്ലേ? നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ? ഒരു വീടായാൽ എന്തൊക്കെ പണിയുണ്ടെന്ന് നിനക്ക് അറിയാമല്ലേ? അത് പോട്ടെ, നീ കാര്യം പറയടാ. എടി അളിയൻ വിളിച്ചായിരുന്നു. ഓ, എന്നെ വിളിച്ചായിരുന്നു. ഉടനെ വരുന്നുണ്ട് അത്ര. നിനക്കെന്താ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? അളിയൻ വരുമ്പോ കൂടെ പോയാലെന്താ? ഓ, എന്റെ കാര്യത്തിൽ എന്ത് താല്പര്യം നിനക്ക്? ആദ്യം നീ പോയി നിന്റെ പെണ്ണുപിള്ളെ വിളിച്ചോണ്ട് വാ. ഞാൻ ഒന്നും പറഞ്ഞില്ലേ. എടി അച്ഛനും അമ്മയും ഒന്നും കേൾക്കണല്ലോ എന്ന് കരുതിയ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനൊന്നും പറയാതിരുന്നത്. നീ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാ ആയിക്കോ. നീ അത്താഴം കഴിച്ചോ? എന്താ അച്ഛാ? വല്ലതും കഴിച്ചോന്ന്? പയ്യെ പറഞ്ഞാ മതി, എനിക്ക് ചെവി കേൾക്കാം. ആ മക്കളെ, അച്ഛൻ പറയുമ്പോൾ നീ വീട്ടിൽ അധികപ്പറ്റായിട്ടോ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. ഈ ചെറുപ്രായത്തിൽ ജീവിതം വെച്ചുള്ളൊരു കളി കുറച്ച് കൂടിപ്പോകുന്നുണ്ട്. ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് നീയാ. ഞാൻ എന്ത് തീരുമാനം എടുക്കണം അച്ഛൻ പറയുന്നേ? ഞാൻ എല്ലാവർക്കും ഒരു ശല്യമായോ? മക്കളെ, അങ്ങനെ ചിന്തിക്കാതെ നീ വീട്ടിൽ മറ്റാരെയും ഓർക്കണ്ട. നിന്റെ അമ്മ എന്തുമാത്രം സങ്കടമുള്ളിലേക്ക് അവൾ കഴിയുന്നത് നിനക്കറിയാമോ? നിന്റെ മൂന്ന് മക്കളുടെയും ജീവിതത്തെ ഓർത്ത് ആ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? കോമാളി വേഷം കെട്ടി മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ അല്പനേരത്തേക്കെങ്കിലും ഞാനും എല്ലാം മറക്കാറുണ്ട്. പക്ഷെ അവളോ ഈ വീട്ടിൽ ഒന്നിനും ഒരു കുറവ് വരുത്താതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു അച്ഛനും അമ്മയുമാണ്. ആ പിന്നെ ജയം വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞൊരു തീരുമാനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അച്ഛൻ സംസാരിക്കാം. വേണ്ട അച്ഛാ, ഞാൻ സംസാരിച്ചോളാം. എന്നാ മക്കൾ വാ, നമുക്ക് അത്താഴം കഴിക്കാം. നീ ഇറങ്ങുവാണോ അനിയൻകുട്ടാ? കുഞ്ഞേച്ചിക്ക് എന്താ വേണ്ടേ? ഞാൻ വെറുതെ ചോദിച്ചതാ. വെറുതെ ചോദിക്കേണ്ട, കാര്യമായിട്ട് ചോദിക്കണ്ട. ദൈവത്തെ ഓർത്ത് ഞാൻ ഇറങ്ങി വരുമ്പോ ഈ മുൻവശത്ത് നിന്ന് മാറി തരാമോ? ഈ തിരുമാന്ത കണ്ടിട്ട് പോയാൽ അന്നത്തെ ദിവസം പോകാം. അനിയൻകുട്ടാ, എന്താ അമ്മേ? നീ എവിടെ നിൽക്കുവാണോ? വേഗം റെഡിയാവ്, നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം. ഞാൻ വരണോ അമ്മേ? അതെന്താ? അല്ലാത്തപ്പോ നീ എന്റെ കൂടെ പോരുന്നല്ലേ? വേഗം റെഡിയാവ്. എന്ത് പറ്റി മോളെ? നീ കരഞ്ഞോ? ഒന്നുമില്ലമ്മേ, വെറുതെ ഓരോന്ന് ഓർത്തു പോയതാ. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ കൂടെ പോരാൻ. വേഗം ചെല്ല്, വേഗം പോയി റെഡിയാവ്. ശരി അമ്മേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ടൊന്ന് പത്രം വായിക്കാൻ പോലും നേരം. അമ്മേ, അമ്മേ. ഓ, ജയേട്ടൻ വിളിച്ചിരുന്നമ്മേ, 2 ആഴ്ചക്കകം എത്തുന്നുണ്ടെന്ന്. നല്ല കാര്യം. ആട്ടെ, നീ കൂടെ പോകുന്നുണ്ടോ? ഞാൻ പോകുന്നില്ലമ്മേ, അതെന്താ? എനിക്കിഷ്ടല്ല. മോളെ, ഉപദേശമല്ല, എന്നാലും പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗമാണ് നീ കളയുന്നത്. ഭർത്താവ്, കുട്ടികൾ, കുടുംബം ഇതെല്ലാം ചേർന്നല്ലേ ജീവിതം. നീ ഒരു കാര്യം ചെയ്യേ, ഇത്തവണ അവൻ വരുമ്പോ അവന്റെ ഒപ്പം പോ. ഇല്ല, ഞാൻ പോകുന്നില്ല. അച്ഛനും അമ്മയും പാവായതുകൊണ്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത്? ഒന്ന് നിർത്തമ്മേ, കേട്ട് കേട്ട് മടുത്തു. നിനക്കും മടുക്കും, ഞങ്ങൾക്കല്ലേ ഒന്നിനും മടുപ്പില്ലാത്തത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ശല്യം. അമ്മേ, ഞാൻ റെഡി. ആ മോളെ, നമുക്ക് പോയിട്ട് വരാം. മക്കളെ, അയ്യോ നാണയമൂമ്മ. എന്താ നാണയമ്മ ഒരു മുന്നറിയിപ്പുമില്ലാതെ? എന്റെ മക്കളെ കാണാൻ വരാൻ എനിക്കെത്തിനാ ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യം. നാത്തൂനുമായിട്ട് എന്തേലും പറഞ്ഞു കാണും. ഓടി അവിടുന്ന്. ആ മക്കളെ, മഞ്ഞ മക്കളെ, ഇത്തിരി കഞ്ഞി തരും. അതിന്റെ ഒരട്ടി കുളിക തരും. പഴങ്കര വിശപ്പാ മക്കളെ. നാണയമ്മ ഇങ്ങ് വന്നേ.
ദൈവമേ, എന്ത് പറ്റിയാവോ? പറഞ്ഞത് കേട്ടു. നാണയമ്മക്ക് എന്താ വേണ്ടത്? ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. അങ്ങനെ കഴിക്കാനൊന്നും തോന്നുന്നൊന്നുമില്ല. എന്നാലും ഒരു 8-10 ലഡു, ഒരു 5-6 ജിലേബിയും മേടിച്ചു. മധുരം വല്ലപ്പോഴും ഒക്കെ കഴിക്കുമ്പോഴാ നല്ലത്. ശരി ശരി. മക്കളെ, ഇന്നലെ മേടിച്ച കടയിൽ നിന്ന് മേടിക്കണ്ട കേട്ടോ. ഇതെന്താ നാണയമ്മേ? അതിനൊക്കെ മതിയില്ലത്. ഒറ്റേ നാളെ പോകുമ്പം ആ വട്ടക്കുണ്ട ലിമിന്റെ കടയിൽ എടുത്തു. അവിടുത്തെ ലഡുവിന്റെ ഒക്കെ ഒരു മധുരം. കൊച്ചു കല്ലി, ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? അമ്മ എവിടെ? അകത്തുണ്ട്. ഇത് ആരാ അനിയൻകുട്ടാ? ഇത് കൂട്ടുകാരനാ? അത് ഓഫീസിലുള്ളതോ? ഒന്ന് പോയി തരാവോ? ആ, നീ ഇരിക്കണം. ഞാൻ അമ്മയെ വിളിക്കാം. അനിയൻകുട്ടാ, ഞാൻ ചായ കൊണ്ടുവരാം. ചായ കൊണ്ടുവരാൻ അമ്മ ഇവിടെ ഇല്ലേ? നാണയമ്മേ, വാ പോകാം. ഇതൊക്കെ എന്നാ മക്കളാ സാറാ? മക്കളാ, എങ്ങനെയാ മാനേ പേര്? ഇവരൊക്കെ വാഴർന്ന് മിണ്ടത്തില്ല. ഇവരൊക്കെ വലിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. വായി തർക്കത്തില്ലാത്ത കുറെ ഒക്കെ ഉണ്ട്. ഓണം ചക്കിക്കൊണ്ട് ആ അമ്മേ, ഇതെന്റെ കൂട്ടുകാരനാ, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ആണോ? വെറുതെ ഇതുവഴി വന്നപ്പോ ഒന്ന് കേറി എന്നുള്ളതേ ഉള്ളൂ. അവളെവിടെ അമ്മേ? മോളൂട്ടി, അകത്തുണ്ടല്ലോ. മോളൂട്ടിയെ ഒന്നിങ്ങ വന്നേ. എന്താടാ? ആ എടി, ഇതെന്റെ കൂട്ടുകാരൻ മിസ്റ്റർ പ്രവീൺ, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. ആ പ്രവീൺ ഇതിന്റെ അനുജത്തിയാ. ഹസ്ബൻഡ് അങ്ങ് വിദേശത്താ. അപ്പൊ ഇപ്പൊ ഓടുന്നു പോയതിന്റെ ആരാ? അതവന്റെ മൂത്ത സഹോദരി. അയ്യോ, ചായ കൊണ്ടുവരാൻ മറന്നു. വേണ്ട വേണ്ട, തിരക്കുണ്ട്, പിന്നെ ഒരിക്കലാവാം. ഇറങ്ങട്ടെ. അപ്പൊ ശരിയടാ, നാളെ രാവിലെ കാണാം. അപ്പൊ ഇറങ്ങട്ടെ. ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞ അമ്മേ. അമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ വല്ലതും കഴിക്കട്ടെ? അമ്മയും കുഞ്ഞേച്ചിയും ഇന്ന് പുറത്തു പോയിരുന്നു അല്ലേ? ആ, പോയിരുന്നു. എന്തിനാ അമ്മേ മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? അമ്മയോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞേച്ചിയും കൊണ്ട് ഒരിടത്തും പോകരുതെന്ന്. നാണം കെട്ടിട്ട് ഈ നാട് വിട്ട് പോണമെന്നാ തോന്നുന്നേ. മടുത്തു. എടാ, 10 മാസം ചുമന്ന് പ്രസവിച്ച എന്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ. അവളുണ്ടായി ഈ 10-35 വർഷക്കാലം ഇല്ലാത്ത നാണക്കേടൊന്നും ഇനി എനിക്കില്ല. ഈ അമ്മയ്ക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞാ മനസ്സിലാവാത്തത് പലതുമുണ്ട്. പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. എന്റെ വിഷമം ഞാൻ ആരോട് പറയും? എന്റെ ദൈവമേ. എന്താടാ, എന്താ പറ്റിയേ? എടി, അമ്മയും കുഞ്ഞേച്ചിയും ഇന്ന് പുറത്തു പോയപ്പോ ഞാനവരെ കണ്ടിരുന്നു. ആൾക്കാരുടെ ഓരോരോ കമന്റ് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുടെ വിചാരം എനിക്ക് കുഞ്ഞേച്ചി ഇഷ്ടമല്ലെന്നാ. നാട്ടുകാരോരോന്നോ പറയുന്ന കേൾക്കുമ്പോ എനിക്കൊക്കെ വിഷമം തോന്നുക. എന്റെ കൂടപ്പുറപ്പല്ലേ, എന്റെ കുഞ്ഞേച്ചിയല്ലേ. എടാ, കരയില്ലടാ. നിനക്കറിയൂ, നിഷ ഇന്നലെ വിളിച്ചിരുന്നു കുഞ്ഞേച്ചി ഇല്ലാത്ത വീട്ടിലേക്ക് അവള് വരാമെന്ന്.
കുഞ്ഞേച്ചി ഈ വീട്ടിൽ നിന്ന് മാറ്റണോന്ന്. പിന്നെ അവൾ ഒന്നുകൂടി പറഞ്ഞു, നമുക്ക് ജനിക്കുന്ന കുഞ്ഞും കുഞ്ഞേച്ചിയെ പോലെ ആവില്ലെന്ന് ഉറപ്പോട്ടാകത്ത്. എന്ത് മറുപടി പറയണം ചേർന്നതിന്? സാരമില്ലടാ, പോട്ടെ, വഴിയുണ്ടാക്കാം. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതല്ലേ? അമ്മ ഈ മധുരം എല്ലാം കഴിക്കാതെ ഷുഗർ കൂടും. എന്റെ കൊച്ചു മേടിച്ച് തന്നതാ. ആര് മേടിച്ചു തന്നാൽ എന്നാ? അമ്മയ്ക്കല്ലേ അസുഖം? നീ ഒന്ന് പോകാനാ. ഞാനിന്ന് അവനെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ അവനെന്റെ തലതങ്ങാ വേട്ട. എന്നാത്തിന്റെ തൂക്കാതാ ഞാൻ വല്ലോ തിന്നുന്നതിന്. അമ്മേ, അമ്മേ, എന്താടാ എന്താ നിനക്ക് ഇത്ര സന്തോഷം? സന്തോഷമുണ്ട് അമ്മേ, ഒത്തിരി സന്തോഷമുണ്ട്. എന്താടാ നീ കാര്യം പറ. അമ്മേ, നമ്മുടെ കുഞ്ഞേച്ചിക്ക് ഒരു ആലോചന. എന്താ ആലോചന? ഓ, ഒരു കല്യാണാലോചന. നേരോ? സത്യമാണോ നീ പറഞ്ഞത്? അതെ അമ്മേ, സത്യം. ഇതിന് ഞാനെന്തിനാ കള്ളം പറയുന്നത്? ആരാ മോനെ? എവിടെയാ ചെറുക്കൻ? അമ്മേ, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന എന്റെ കൂട്ടുകാരല്ലേ, അവന്റെ അമ്മാവന് വേണ്ടിയാ. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മേ. എന്താടാ? കാലിന് അല്പം വയ്യായികയുണ്ട്, ആവശ്യത്തിന് സ്വത്തും പണവും ഒക്കെ ഉണ്ട്. എഴുന്നേറ്റ് നടക്കാനും പുറത്തേക്ക് പോകാനും അല്പം ബുദ്ധിമുട്ടാ. അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തോളും. അച്ഛനോട് പറയണ്ടേ അമ്മേ? അച്ഛൻ തിരക്കിലായിരിക്കും, വൈകിട്ട് വരുമ്പോ പറയാം. എന്നാ ഞാൻ അവളോട് പറയാം, മോളൂട്ടിയോട്. മോളൂട്ടിയേ, നീ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾ ഇങ്ങനെ വരുമ്പോ പറയാം. മോനെ, ഞാൻ ശ്രീകുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. നീ എന്നെ വിളിച്ചായിരുന്നോടാ? എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വിളിച്ച നിന്നെ കാണില്ലല്ലോ. നീ പ്രസംഗിക്കാതെ കാര്യം പറയടാ. എടീ, നമ്മുടെ കുഞ്ഞേച്ചിക്ക് ഒരു കല്യാണാലോചന. നീ പോടാ. സത്യം, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന പ്രവീണില്ലേ, പ്രവീണിന്റെ അമ്മാവന് വേണ്ടിയാ. കേമായി, അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നല്ല കാര്യമല്ലേ? നീ പൊട്ടനാണോടാ? സ്വയം കുഴി തോണ്ടരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പോടാ. കുഞ്ഞേച്ചി എന്ത് പറഞ്ഞമ്മേ? എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞു പോലെ. ഓ, അച്ഛനെങ്കിൽ വരട്ടെ. അമ്മ ഒരു നല്ല കാപ്പിയും കരുതി. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ആയിക്കോട്ടെ. എന്താ മുഖത്ത് വല്ലാത്തൊരു ചിരി? ആകെ മൊത്തത്തൊരു ഐശ്വര്യമൊക്കെ ഉണ്ടല്ലോ. വീട്ടിലും അത് തെളിഞ്ഞു കാണാറുണ്ട്. എന്നും വരുമ്പോ മുഷിഞ്ഞ് കോലം കെട്ടാ നിൽക്കാറ്. എന്താ കാര്യം? ഒരാലോചന വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടായോ? ഈ തമാശ ഒന്ന് കളയാവോ? അല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാമോ? ശ്രീകുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അനിയൻകുട്ടനാ കൊണ്ടുവന്നത്. നേരാണോ നീ പറഞ്ഞത്? ഈശ്വര, എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ പറ്റേണ്ട. ഞാൻ അവനെ വിളിക്കാം, അവൻ എല്ലാം പറയും. നീ ഒരു നല്ല ചായ കെടുത്തേ, ഞാൻ ഒന്ന് ആസ്വദിച്ച് കുടിക്കട്ടെ. മോനെ, അച്ഛൻ വന്നിട്ടുണ്ട്. ഇതിങ്ങതാണേ. ചായക്ക് പഞ്ചാര വേണോ? ലേശം പഞ്ചാര ആവാം. ആയിക്കോട്ടെ. അച്ഛനിന്ന് നേരത്തെയാണല്ലേ? ഇന്ന് ഇച്ചിരി നേരത്തെയാ. കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞില്ലേ? അവർക്കൊരു ഡിമാൻഡും ഇല്ല അച്ഛാ. പിന്നെ ചെറുക്കൻ അത്ര ചെറുപ്പമല്ല, 40 വയസ്സ് കാണും. ആവശ്യത്തിന് സ്വത്തും പണവും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കാലിന് അല്പം വയ്യായികയുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ശ്രീകുട്ടിയല്ലേ? നമുക്ക് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കാം.
മൈലാഞ്ചിയാ. നാണിയമ്മൂമ്മയെ കൊണ്ട് എന്റെ കയ്യിലടിക്കാനാ. കൊള്ളാം. നാണിയമ്മൂമ്മ എവിടെ? മധുരം കഴിച്ചതിന് ഞാൻ വഴക്ക് പറഞ്ഞു. അതിനവിടെ പിണങ്ങി ഇരിപ്പുണ്ട്. എന്നാ ഞാൻ വിളിക്കാം. നാണിയമ്മൂമ്മേ, നാണിയമ്മൂമ്മേ, ഇങ്ങ് വന്നേ. എന്താ മക്കളെ? ഇത് കണ്ടോ? എന്തിനാ മക്കളെ കാണിച്ചേ? ഇത് മെഹന്തി. ആ, ഇതിന് മധുരം ഉണ്ടോ മകൻ? എനിക്കൊരു ശകലം മതി കേട്ടോ. നാണിയമ്മൂമ്മ ഇത് മൈലാഞ്ചിയാ. ആശുപത്രി കളിച്ചത് അവിടെ ഒരു നാണിയമ്മൂമ്മേ, ഇതിന്റെ കയ്യിലൊന്ന് ഇട്ട് തരുമോ? നന്നായിട്ട് ഇട്ട് തന്നാ ലഡു തരാം. പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ ഇട്ട് തരാതെ ഇങ്ങോട്ട് വന്നു. തോളും കൂടെ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ഇട്ടോളേ. കാർമുകിലെ കണ്ണു ചിമ്മി എന്നെ നനയ്ക്കരുതേ, കാർകൂന്തൽ കെട്ടഴിഞ്ഞാൽ കനവിൽ രാപ്പൂരം. കാർമുകിലെ കണ്ണു ചിമ്മി എന്നെ നനയ്ക്കരുതേ, കാർകൂന്തൽ കെട്ടഴിഞ്ഞാൽ കനവിൽ രാപ്പൂരം. കരിമഷി എഴുതിയ കണ്ണുകളോ പാതിയടഞ്ഞില്ലേ, തുടുത്തൊരധരം നിന്നുടെ പുഞ്ചിരി പകുത്തെടുത്തില്ലേ, തുടുത്തൊരധരം നിന്നുടെ പുഞ്ചിരി പകുത്തെടുത്തില്ലേ. കാർമുകിലെ കണ്ണു ചിമ്മി എന്നെ നനയ്ക്കരുതേ, കാർകൂന്തൽ കെട്ടഴിഞ്ഞാൽ കനവിൽ രാപ്പൂരം. പുത്തൻ കോടികൾ തന്നാട്ടെ മഴവില്ലിന്നഴകാൽ, സീമന്തത്തിൽ സിന്ദൂരം ചാർത്തും മൂവന്തി, സീമന്തത്തിൽ സിന്ദൂരം ചാർത്തും മൂവന്തി. മണിയറവാതിലടച്ചോട്ടെ മലരമ്പൻ വരവായി, നീലനിലാവേ നീയും പോയോടിയൊളിച്ചാട്ടെ, നീലനിലാവേ നീയും ഓടിയൊളിച്ചാട്ടെ. കാർമുകിലെ കണ്ണു ചിമ്മി എന്നെ നനയ്ക്കരുതേ, കാർകൂന്തൽ കെട്ടഴിഞ്ഞാൽ കനവിൽ രാപ്പൂരം. നാണിയമ്മൂമ്മേ, അമ്മ പറയുവാണേ, കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ ഉരുളി കമ്മിറ്റിയാ ഞാൻ ഉണ്ടായതെന്ന്. നേരാണോ നാണിയമ്മൂമ്മേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നാട്ടിലുള്ള ഓട്ടുപാത്രക്കാരക്കാർക്കൊക്കെ എന്തു വില്ലേജ് കണ്ടേനെ. നാണിയമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? കയ്യില് മാത്രം ആക്കണ്ട, ദേഹം മുഴുവൻ തേച്ചു പിടിപ്പിച്ചോ. വേണം നീ കുറച്ച് ചോടി. ഛെ, എനിക്ക് വേണ്ട. ആവശ്യത്തിനുള്ള സൗന്ദര്യമൊക്കെ എനിക്കുണ്ട്. എനിക്ക് ആണാണോ പെണ്ണാണോ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ അറിയാം. എല്ലാരും പറഞ്ഞത് എന്റെ കൊച്ചിനെ വല്ല പറഞ്ഞാലുണ്ടല്ലോ. നാണിയമ്മയാ കുഞ്ഞേച്ചിയെ വഷളാക്കുന്നത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു കൂടപ്പറപ്പ് ഉള്ളതുകൊണ്ട് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഈ നാട്ടിലിറങ്ങിയ ചണ്ട ഉണ്ടാക്കാനാ നീ ചിന്ന് മതിച്ച കോഴി ഇതിനകത്ത് തന്നെ അങ്ങോട്ട് ഇരുന്നു. ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് നീയല്ല, എന്റെ ശ്രീകുട്ടിയാ. അമ്മേ, നാണിയമ്മൂമ്മേ, വേണ്ട നാണിയമ്മൂമ്മേ, എനിക്ക് വേണ്ടി ആരോടും വഴക്ക് കൂടണ്ട. ഞാൻ കാരണം എല്ലാവരും ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എന്റെ മക്കള് സങ്കടപ്പെടാതെ. നാണിയമ്മൂമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ജനിച്ചപ്പോഴേ എന്നെ കൊന്നു കളയാമായിരുന്നില്ലേ? എല്ലാവരെയും വേദനിപ്പിക്കാൻ വേണ്ടിട്ട് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം?
അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട മക്കളെ, എല്ലാം നേരെയാവും. അമ്മേ, അമ്മയ്ക്ക് ഷുഗർ ഉള്ളതല്ലേ? സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. കെട്ടുപ്രായം കഴിഞ്ഞ പെണ്ണ, മൈലാഞ്ചി ഇട്ടു. അതിനാരെങ്കിലും ഞാനൊരു പെണ്ണാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? ഈ അമ്മ നിന്നെ അംഗീകരിച്ചിട്ടില്ലേ മോളെ? ജന്മം തന്ന അമ്മയേക്കാൾ കൂടുതൽ അംഗീകാരം നൽകാൻ മറ്റാർക്കും കഴിയില്ല. എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്തെ ആ കണ്ണീരിന്ന് തോർന്നു കണ്ടാൽ മാത്രം മതി അമ്മ എനിക്ക്. ആര് പറഞ്ഞു അമ്മയുടെ കണ്ണുനീര് തോർന്നിട്ടില്ലെന്ന്? അത് നിനക്ക് തോന്നുന്നതാ. ഒരു സ്ത്രീ അമ്മയായാൽ ഭർത്താവും കുട്ടികളുമാണ് അവളുടെ ലോകം. അവരുടെ മുഖത്തെ ചിരി കാണുമ്പോൾ അവളെല്ലാം മറക്കും. ഇഷ്ടമുള്ള ഭക്ഷണം വെച്ച് വിളമ്പാനും അവരെ അണിയിച്ചൊരുക്കി യാത്രയക്കാനും അവൾ മത്സരിക്കും. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ട് കൽപ്രതിമകൾ വരെ കണ്ണു തുറക്കും. എങ്കിലും അവൾ ഒന്നേ ആഗ്രഹിക്കും, ആ ഹൃദയത്തിൽ ഒരല്പം ഇടം. അത് മാത്രം മതി അവൾക്ക്. അതല്ലേ മോളെ അമ്മ? എന്താ ഒറ്റയ്ക്കിരുന്ന ഒരു ആലോചന? അത് ഞാനില്ലാതെ അതിനുള്ള പ്രായമല്ലല്ലോ. ചില ആലോചനകളിൽ ഒറ്റയ്ക്ക് മതി. എന്നെ ഒഴിവാക്കിയോ? ആയിക്കോട്ടെ. അല്ല, ശ്രീകുട്ടിക്ക് വന്ന കല്യാണം മുടങ്ങിയതാണോ കാര്യം? ഇതെവിടെ ചെന്ന് നിൽക്കുന്ന ഒരെത്തും പിടിയില്ല. മക്കൾക്കിപ്പോൾ അച്ഛനൊരു നാണക്കേടാ. നാട്ടിൽ മാത്രമല്ല, വീട്ടിൽ ഞാനൊരു കോമാളിയാണെന്ന് അറിയാച്ചിട്ടല്ല, നിവൃത്തിയില്ല. ആ, വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല, അതിന് നീ എന്തിനാ അഞ്ചുമാസം ചിന്തിച്ചു കൂട്ടുന്നത്? മക്കളുടെ കാര്യത്തിൽ എന്താ തീരുമാനം? എന്ത് തീരുമാനിക്കാൻ? അവർ തീരുമാനം എടുക്കട്ടെ. നമ്മുടെ തീരുമാനം തെറ്റായിരുന്നല്ലേ ഈ കാണിക്കുന്നത്? എന്നാലും ഒരെന്നാലും ഇല്ല. നീ കണ്ടവാനം ചിന്തിച്ച് മരിക്കണ്ട. നമ്മുടെ ആവശ്യം വേണമെങ്കിൽ അവർ ചോദിച്ചോളൂ, അന്നേരം മറുപടി പറഞ്ഞാൽ മതി. അച്ഛനോടൊന്ന് കാര്യം ചോദിക്കാറുണ്ട്. എന്താ? കുഞ്ഞേച്ചിയുടെ കാര്യത്തിൽ അച്ഛന്റെ തീരുമാനം എന്താ? എന്ത് തീരുമാനം? അച്ഛനെന്താ പൊട്ടം കളിക്കുവാണോ? ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം വെച്ചാ അച്ഛനെ കളിക്കുന്നത്. രണ്ടുപേരും കൂടി നാട്ടിൽ ഇറങ്ങാൻ വയ്യാത്ത വിധം നാണം കെടുത്തുന്നുണ്ട്. അത്ര നാണക്കേടുള്ളവർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോയിക്കൂടെ? ധാരാളം മുഴുവൻ തന്നല്ലേ, ഇനിയും വേണോ? എനിക്ക് എന്ത് തന്നെന്ന് അച്ഛൻ പറയുന്നത്? പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോൾ നാട്ടുമര്യാദ അനുസരിച്ച് തരേണ്ടത് മുഴുവൻ നിനക്കും തന്നതാ. എനിക്ക് തന്ന 5 ലക്ഷം രൂപയും 10 പവനും അച്ഛന് വലിയ ആയിരിക്കാം. ആ, കൊള്ളാം. അനികൂട്ടാ, നിനക്കെന്താ പറയാനുള്ളത്? അതുകൂടെ കേക്കട്ടെ. ഒന്നും തന്നില്ല എന്ന് പറയുന്നില്ല. കമ്പനി ആവശ്യത്തിനായി അല്പം പണം കൂടി വേണം. അതിനൊരു വഴി അച്ഛൻ വിചാരിച്ചാലേ നടക്കൂ. രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ആക്രമണമാണല്ലേ? നടക്കട്ടെ. ഞങ്ങളുടെ വീതം തരണം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ? അത് ശരിയാ. നിന്റെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര ദിവസം നീ ആ വീട്ടിൽ നിന്നിട്ടുണ്ട്? ആ അമ്മയ്ക്കും ഇല്ലേ മകനെ കുറിച്ച് ചില സ്വപ്നങ്ങൾ? എല്ലാം നീയായിട്ട് തകർത്തു. സമയം കടന്നു പോയിട്ടില്ല. പപ്പേട്ടാ, ഒച്ച വെക്കാതെ അവർ ചോദിക്കുന്ന കൊടുക്ക്. സാവിത്രി, നീ മിണ്ടരുത്. അച്ഛനും കൂടപ്പിറപ്പും ഇവർക്കൊരു നാണക്കേടാ. അവരുടെ സ്വത്ത് കൈപ്പറ്റുന്നതിൽ ഇവർക്ക് ഒരു നാണക്കേടുമില്ല. കൊടുത്തേക്ക് പപ്പേട്ടാ. അതിന് നീ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പപ്പേട്ടാ, എന്താണെങ്കിലും ഒരു തീരുമാനം ഉടനെ വേണം. കുഞ്ഞേച്ചിക്ക് എന്തിനാ ഒരു വീതം? ഒരു കുടുംബ ജീവിതം ഒന്നും എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മരണം വരെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ആര്? നീയോ? അതിനുള്ള നല്ല മനസ്സ് നിനക്കുണ്ടോ? ജയേട്ടൻ വരുമ്പോ എനിക്ക് പോണം. അതിനാ നേരത്തെ ചോദിച്ചത്. വീതം ചോദിക്കാൻ അവൻ പറഞ്ഞിരുന്നോ? ഇല്ല, അതെന്റെ തീരുമാനം. അതെനിക്കറിയാം. അവനൊരു നല്ല ചെറുപ്പക്കാരനാ. നീയായിട്ട് അവന്റെ ജീവൻ കൂടെ തകർക്കാതിരുന്നാ മതി.